ഹലോ, ഇന്നത്തെ ടോപ്പിക് ഉഴിച്ചലിനെ പറ്റിയാണ്. ഡോക്ടർ, എൻ്റെ കൈ ഒടിഞ്ഞു, ഞാനൊന്ന് ഉഴിയാൻ പൊക്കോട്ടെ. അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് ഞാൻ തെന്നി വീണു, എനിക്ക് കയ്യിൽ നല്ല നീരുണ്ടായിരുന്നു, ഞാൻ തൊട്ടടുത്ത ഡോക്ടറെ അടുത്ത് പോയിട്ട് വൈദികനടുത്ത് പോയിട്ട് ഞാൻ ഉഴിയാൻ പോയി. ഡോക്ടർ, ഇത് സേഫാണോ? നൗ ഫസ്റ്റ്, ഞാൻ ട്രഡീഷൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഡെഫിനറ്റ്ലി അതിന് റോളുണ്ട്. ബട്ട് ഇതിൻ്റെ മറ്റേ വശം, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ബിക്കോസ് എല്ലാ ഫ്രാക്ചേഴ്സ് സെയിം ട്രീറ്റ്മെൻ്റ് അല്ല, നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. നൗ ചതവ് വന്നാൽ അല്ലെങ്കിൽ മൈനർ ഫ്രാക്ചേഴ്സ് വന്നാൽ നമുക്ക് ഉഴിഞ്ഞാൽ തെറ്റില്ല. ബിക്കോസ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താ? നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യണം, അതായത് അനങ്ങാൻ പാടില്ല. സോ ജനറലി അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രത്യേക ടൈപ്പ് എണ്ണ പുരട്ടും, പിന്നെ കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്യും, നീര് മാറാൻ അല്ലെങ്കിൽ എല്ല് തെറ്റായി പൊസിഷനിൽ നേരെയാക്കാൻ മാനിപ്പുലേറ്റ് ചെയ്യും, പിന്നെ ടൈറ്റായിട്ട് ബാൻഡേജ് ചുറ്റും. ഇതാണ് യൂഷ്വലി സംഭവിക്കുക. പക്ഷേ ഇതിന് കുറച്ച് ഡേഞ്ചറസ് ഇഷ്യൂസ് ഉണ്ട്. നമ്മളുടെ രക്തോട്ടം പോകുന്ന ഭാഗത്ത് നമുക്ക് ഫ്രാക്ചേഴ്സ് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി നമ്മളുടെ കൈയുടെ മുട്ടിൻ്റെ അവിടെ അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ ഒരു ഇഞ്ചുറി വന്നിട്ട് നമ്മൾ ടൈറ്റായിട്ട് ബാൻഡേജ് ചുറ്റിയാൽ രക്തോട്ടം കുറയാൻ തുടങ്ങും. സെക്കൻഡ് പോയിൻറ്റ്, ഫ്രാക്ചേഴ്സ് വന്നാൽ, എസ്പെഷ്യലി കൈയുടെ ഫ്രാക്ചേഴ്സ് വന്നാൽ മസിലിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് നീര് കൂടിയാൽ കൈയുടെ അകത്ത് പ്രഷർ കൂടാൻ തുടങ്ങും. നമ്മുടെ ബോഡിയുടെ BP കൂടുന്ന പോലെ കൈയുടെ അകത്ത് മാത്രമായിട്ട് പ്രഷർ കൂടും. അത് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്ന് പറയും. അത് ഡയഗ്നോസിസ് മിസ്സായാൽ മാംസമൊക്കെ ശോഷിച്ച് പോകാൻ തുടങ്ങും, നെക്രോസിസ് ആവും, രക്തോട്ടം കുറയാൻ കാരണം. തേർഡ് പോയിൻറ്റ്, നമ്മൾ അധികം ടൈറ്റായിട്ട് ബാൻഡേജ് ചുറ്റിയാൽ നമ്മുടെ സ്കിന്നിലേക്ക് രക്തോട്ടം കുറയും, എസ്പെഷ്യലി ഫ്രാക്ചർ ഉള്ള സമയത്ത്. സോ എന്താ പറ്റുക? സ്കിൻ ചിലപ്പോൾ പൊട്ടാൻ തുടങ്ങും. എല്ല് പൊട്ടിയിട്ട് അതിൻ്റെ മുകളിൽ സ്കിൻ ഇല്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ ആവും. ബേസിക്കലി ഫ്രാക്ചർ ഒരു മുറിവ. സ്കിൻ പോകുമ്പോൾ ഇൻഫെക്ഷൻ വന്നാൽ ആ മുറിവ് ഇൻഫെക്റ്റഡ് ആവും, ദാറ്റ് ഈസ് ബോൺ ഇൻഫെക്റ്റഡ് ആവും. സോ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാ ഫ്രാക്ചേഴ്സിന് സെയിം ട്രീറ്റ്മെൻറ്റ് അല്ല. പിന്നെ നാലാമത്തെ ഒരു ഡേഞ്ചർ ഉണ്ട്, മിസ് ഡയഗ്നോസിസ്. അതായത് കുഴ തെറ്റിയ ഒരാൾക്ക് ഫ്രാക്ചർ പോലെ ചികിത്സിക്കുക, അല്ലെങ്കിൽ ഫ്രാക്ചറുള്ള ആളുടെ അടുത്ത് കുഴ തെറ്റിയത് പോലെ ചികിത്സിക്കാം. സോ എന്താ പറ്റുമെന്ന് വെച്ചാൽ എല്ല് പെട്ടെന്ന് സെറ്റാവാൻ തുടങ്ങും, ഒരു 3 അല്ലെങ്കിൽ 4 ആഴ്ച ആകുമ്പോൾ സെറ്റാവാൻ തുടങ്ങും. സോ ഷോൾഡറിൻ്റെ കുഴ തെറ്റിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ, ഫ്രാക്ചർ ഉള്ള സമയത്ത് തെറ്റ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ 3 ആഴ്ച കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ എല്ലൊക്കെ ചെതറിയിരിക്കുക. സോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എല്ലാ ട്രീറ്റ്മെൻറ്റ് സെയിം, എല്ലാ ഫ്രാക്ചേഴ്സും സെയിം ട്രീറ്റ്മെൻറ്റ് അല്ല, നമ്മൾ ജനറലൈസ് ചെയ്യാൻ പാടില്ല. ചില കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, എസ്പെഷ്യലി കുട്ടികളുടെ ഫ്രാക്ചേഴ്സ് എൽബോയുടെ അവിടെ ഡേഞ്ചറസ് ആണ്. ബിക്കോസ് അവരുടെ എല്ല് ഫസ്റ്റ് ഓൾ ഭയങ്കര ചെറുതാണ്, അത് രക്തോട്ടം കുറയുന്നൊരു സ്ഥലമാണത്. സോ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസിസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ടൈറ്റായിട്ട് ആ ഭാഗത്ത് ബാൻഡേജ് ചുറ്റിയാൽ ഈ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ സ്കിൻ നെക്രോസിസ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ കൂടിയാൽ രക്തോട്ടം മാത്രമല്ല മസിലിൻ്റെ അകത്ത് പ്രഷറും കൂടാൻ തുടങ്ങും. പിന്നെ ഫ്രാക്ചേഴ്സ്, നമ്മളുടെ കാലിൻ്റെ ആങ്കിൾ ജോയിൻറ്റിൻ്റെ അവിടെ ഫ്രാക്ചേഴ്സ് കുറച്ച് ഡേഞ്ചറസ് ആണ്. മാംസമില്ലാത്ത ഭാഗത്ത് ഫ്രാക്ചർ വന്നാൽ ശ്രദ്ധിക്കണം. മുട്ടിൻ്റെ സെയിം തിങ്, നമ്മുടെ രക്തോട്ടമൊക്കെ ആ ഭാഗത്തു നിന്നാണ് വരാം. സോ ഇൻ സമ്മറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ട്രഡീഷൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് നമ്മൾ ചില ഫ്രാക്ചേഴ്സ് ചില ഇഞ്ചുറീസ് വന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ബിക്കോസ് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആ ലിംബ് തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. താങ്ക് യു.